നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ അർബുദം ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നുവെന്നാണ് കണക്കുകൾ. മാറിവരുന്ന ജീവിതശൈലിയും തെറ്റായ ഭക്ഷണക്രമങ്ങളും വ്യായാമമില്ലായ്മയും എല്ലാം തന്നെ പല വിധത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കേരളത്തിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലും സാധാരണയായി കണ്ടുവരുന്ന അർബുദമാണ് വൻകുടലിലെ അർബുദം. സ്ത്രീകളിൽ സ്തനാർബുദം കഴിഞ്ഞാൽ ഏറ്റവും അധികം കാണുന്നതും ഇതുതന്നെയാണ്. വൻകുടലിലെ അർബുദം, പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റായ ഡോക്ടർ രഞ്ജിത്ത് ഹരി. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ വൻകുടലിലെ അർബുദം, നമ്മൾ അർബുദത്തിനെ കുറിച്ച് പറയുമ്പോൾ ദിവസേന എന്നോണം നമ്മൾ കേൾക്കുന്നുണ്ട് ഭക്ഷണക്രമങ്ങൾ. എനിക്ക് തോന്നുന്നു ഗുണമേന്മയില്ലാത്ത ഭക്ഷണം, വിഷാംശമുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നു, ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വന്നത്, ഇതൊക്കെ അർബുദത്തിന് കാരണമാകുന്നു എന്ന് കേട്ടിട്ടുണ്ട്. വൻകുടലിൻ്റെ ഒരു ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു, അല്ലേ? ഈ നമ്മുടെ ഡൈജഷനെ സഹായിക്കുന്നത് കുടലുകൾ മൊത്തമാണ്. അപ്പോൾ അതിൽ ഫുഡ് സ്റ്റൊമക്കിലോട്ട് ചെല്ലുന്നത് എന്ന് പറഞ്ഞാൽ ഈസോഫാഗസ്, ഫുഡ് പൈപ്പ് വഴി സ്റ്റൊമക്ക് അഥവാ ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്കാണ് ആദ്യം ഭക്ഷണം വരുന്നത്. അപ്പോൾ ഡൈജഷൻ്റെ ഒട്ടുമുക്കാൽ ഭാഗവും നടക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ്. അപ്പോൾ പ്രോട്ടീൻ ഡൈജഷൻ, ഫാറ്റ് ഡൈജഷൻ, കാർബോഹൈഡ്രേറ്റ് അബ്സോർപ്ഷൻ, അപ്പോൾ ഇതെല്ലാം ചെറുകുടലിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡാണ് കൊളോണിലെത്തുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ അധികം അവിടെ നടക്കുന്നില്ല, ഭക്ഷണ പദാർത്ഥങ്ങളിൽ ന്യൂട്രിയൻസിൻ്റെയോ. പിന്നെ അവിടെ നടക്കുന്നത് പ്രോട്ടീൻ ഒക്കെ സ്മോൾ ബോയിലിൽ ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ്, വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ലാർജ് ബോയിലിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇലക്ട്രോലൈറ്റ്സ്, അപ്പോൾ സോഡിയം, പൊട്ടാസ്യം, ട്രേസ് എലമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് എലിമെൻസിൻ്റെ ഡൈജഷനും അബ്സോർപ്ഷനും അവിടെ നടക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഫുഡ് പാസ് ചെയ്ത് വെളിയിലോട്ട് പോയി എക്സ്ക്രീറ്റ് ആയി പോകുന്നതിന് മുമ്പേ ഫൈനൽ സ്റ്റോറേജും നടക്കുന്നത് വൻകുടലിൽ തന്നെയാണ്. അതിനുള്ള വൻകുടലിൻ്റെ അവസാന ഭാഗമായ റെക്റ്റം എന്ന അവയവത്തിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സമയം ഇത്ര കുറച്ച് ഒരു ലിമിറ്റഡ് ടൈം കഴിഞ്ഞിട്ട് അത് പാസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വൻകുടലിൻ്റെ ഫംഗ്ഷൻ. വൻകുടലിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണ് ഇപ്പോൾ ഈ കാലത്ത് സാധാരണയായിട്ട് കാണുന്ന അസുഖം? സാധാരണമായിട്ട് കാണുന്നത് ബിനൈൻ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ അല്ലാത്ത ഒരുപാട് കണ്ടീഷൻസ് വൻകുടലിനെ ബാധിക്കാം. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളത് ഡൈവർട്ടിക്കുലർ അസുഖങ്ങൾ ബാധിക്കാം. പിന്നെ അപ്പൻഡിക്സ് എന്ന് പറയുന്നത് വൻകുടലിൽ നിന്ന് തന്നെയാണ് ഒറിജിൻ. അപ്പോൾ അപ്പൻഡിക്സിനെയും വൻകുടലിൻ്റെ അസുഖങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് കരുതാം. പിന്നെ ഈ ഹിമാൻജിയോമസ്, ചെറിയ ബ്ലീഡിങ് നടക്കുന്ന ഒരുപാട് ലീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വൻകുടലിനെ ബാധിക്കുന്ന ക്യാൻസർ അല്ലാത്ത അസുഖങ്ങളാണ്. ഇത് കൂടാതെ ഒരുപാട് തരം ക്യാൻസറുകളും വൻകുടലിനെ ബാധിക്കും. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളത് അഡിനോകാർസിനോമ എന്ന് പറയുന്ന ഒരു ക്യാൻസറാണ്. പിന്നെ കോമൺ അല്ലാത്ത ലിംഫോമ, കാർസിനോയിഡ് എന്നൊക്കെ തുടങ്ങിയ അത്ര കോമൺ അല്ലാത്ത ക്യാൻസറുകളും വൻകുടലിനെ ബാധിക്കാവുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ കേരളത്തിലുള്ളവർക്ക് കൂടുതലായി കണ്ടുവരുന്നത് ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ്? കേരളത്തിലെ വൻകുടലിൻ്റെ ക്യാൻസറുകളെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അഡിനോകാർസിനോമ തന്നെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. 80 മുതൽ 90% വരെയും വൻകുടലിലെ ക്യാൻസറുകൾ അഡിനോകാർസിനോമ എന്ന് പറയുന്ന ക്യാൻസറാണ്. അഡിനോകാർസിനോമ സാധാരണയായി കണ്ടുവരുന്നതാണ്, കോമൺ ക്യാൻസറാണ് വൻകുടലിൽ. എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക? വൻകുടലിൻ്റെ 3 ഭാഗങ്ങളായിട്ടാണ്, 3 അല്ല 4 ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. അസെൻഡിങ് കോളോൺ എന്ന് പറഞ്ഞാൽ വൻകുടലിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ചെറുകുടൽ വന്ന് വൻകുടലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു അസെൻഡിങ് കോളോൺ അല്ലെങ്കിൽ റൈറ്റ് സൈഡഡ് കോളോൺ ഉണ്ട്. പിന്നെ അത് ട്രാൻസ്വേഴ്സ് കോളോൺ എന്ന് പറഞ്ഞാൽ അത് ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലോട്ട് വരികയും പിന്നെ ഡിസെൻഡിങ് കോളോൺ താഴോട്ട് പോകുന്ന ഒരു സ്റ്റേജും പിന്നെ ഫൈനലി റെക്റ്റം എന്നൊരു സ്റ്റേജ്. ഈ ഓരോ ലൊക്കേഷൻസിലായിട്ട് വരുമ്പോൾ ഇതിൻ്റെ സിംറ്റംസിലും വേരിയേഷൻ വരും. ഒരു ഡയമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ വലതേ സൈഡിലുള്ള കോളോൺ ഇടത് സൈഡിലുള്ള കോളോനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ളതാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു പ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംറ്റംസ് വളരെ ലേറ്റ് ആയിട്ടാണ് വരാറ്. ഇപ്പോൾ വലതുവശത്ത് റൈറ്റ് കോളോണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, റൈറ്റ് സൈഡഡ് ക്യാൻസേഴ്സ് ആണെങ്കിൽ അനീമിയ, പേഷ്യൻറ്റിന് രക്തക്കുറവ്, അറിയാതെ ചെറുതായിട്ട് ബ്ലീഡിങ് സംഭവിച്ചുകൊണ്ടിരിക്കും, അനീമിയ സംഭവിക്കാം, ബ്ലഡ് പരിശോധിക്കാൽ അനീമിയ സംഭവിക്കാം. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്, അതിനുശേഷം നമുക്ക് തുടരാം. ഹലോ ഹലോ നമസ്കാരം. നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. എനിക്ക് വൻകുടലിലെ അർബുദത്തെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുന്ന, വയറിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. വയറിന്റെ പ്രശ്നം, വൻകുടലിലെ അർബുദം സംഭവിക്കുമ്പോൾ അതിന്റെ ഉണ്ടാവുന്ന ആദ്യമായിട്ടുള്ള അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡഡ് ക്യാൻസേഴ്സ് ആണെങ്കിൽ, വലത്തെ സൈഡിലുള്ള ക്യാൻസറുകളാണെങ്കിൽ അനീമിയ, ക്ഷീണം ഉണ്ടാവുക. പിന്നെ ഇടതുവശത്തുള്ള ക്യാൻസറുകളാണെങ്കിൽ ക്ഷീണത്തിനോടൊപ്പം കോൺസ്റ്റിപ്പേഷൻ, ഓൾട്ടറേഷൻ ഓഫ് ബവൽസ് നമ്മൾ പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ ബവൽ ഹാബിറ്റ്സ് ഉള്ള ഒരാൾ ദിവസം 2 പ്രാവശ്യമോ 1 പ്രാവശ്യമോ മോഷൻ പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഫ്രീക്വൻസി കുറയുകയോ ഒരു റീസണും ഇല്ലാതെ കൂടുകയോ ചെയ്യുന്ന അവസ്ഥ,
അപ്പോൾ സാധാരണഗതിയിൽ നിന്നുള്ള ഒരു ബവൽ പാറ്റേൺസിലുള്ള ഒരു ഗ്രോസ് ആയിട്ടുള്ള ഒരു ചേഞ്ച്. ഇതാണ് രണ്ടാമതായിട്ടുള്ള ഒരു ഫാക്ടർ. പിന്നെ ബ്ലീഡിങ്. ഇപ്പം ബ്ലഡ് പോകുക എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ്റെ മനസ്സിൽ എപ്പോഴും പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. പക്ഷേ വൻകുടലിലെ ക്യാൻസറുകൾ വന്നാലും ഇതേപോലെ തന്നെ വരാം, ബ്ലീഡിങ് വരാം. അപ്പോൾ ബ്ലീഡിങ്ങോ ഒരു ബവൽ ഹാബിറ്റ്സിലുള്ള ഒരു സഡൻ ആയിട്ടുള്ള ഒരു വേരിയേഷനോ അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള അനീമിയ, ബ്ലഡ് ലോസ്, ക്ഷീണം, അങ്ങനത്തെ ഉള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ചില ലക്ഷണങ്ങൾ, പല അസുഖങ്ങളുടെയും ചില ലക്ഷണങ്ങൾ നിസ്സാരമായ മറ്റ് അസുഖങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഡോക്ടറെ കാണാൻ മടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ബ്ലീഡിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും പൈൽസ് ഒക്കെ ആണെന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു നേരത്തെ തന്നെ കണ്ടുപിടിക്കേണ്ടത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ബ്ലീഡിങ് വരുമ്പോൾ ഇത് ആദ്യം പൈൽസ് ആണ് എന്ന് കരുതി നമ്മളത് ഒരു അറ്റൻഷൻ കൊടുക്കാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അതിന് മെയിനായിട്ടുള്ള കാരണം ഇപ്പം എന്തെങ്കിലും നമ്മൾ ഫുഡ് ഹാബിറ്റ്സിൽ വേരിയേഷൻ വന്നിട്ട് മോഷൻ കട്ടി പിടിക്കുകയും പോകുമ്പോൾ ബ്ലഡ് പോവുകയും ചെയ്യുമ്പോൾ അത് ഹെമറോയിഡ്സ് ആണ് എന്ന് പറയുകയും ചെയ്യും. പറയുന്നത് നമ്മളെപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും. വൻകുടലിലെ ഒരു ബ്ലീഡിങ് താഴെ കൂടി മോഷനിൽ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ സംശയിക്കുന്നത് ആ പൈൽസ് കൊണ്ടായിരിക്കും. മിക്കവാറും ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴും അത് ഒന്നും കാണില്ല, പൈൽസ് ആണ് എന്നൊരു ധാരണ പരത്താം. പക്ഷേ നമ്മൾ കണ്ടുവരുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ക്യാൻസറിൻ്റെ സ്റ്റേജ് വളരെ താമസിച്ച് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പലപ്പോഴും വരാറുണ്ട്. ബിക്കോസ് ഇപ്പോൾ ക്യാൻസറിൻ്റെ ഫൈനലി നമ്മളത് പറഞ്ഞു വരുമ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെയും റിസൾട്ട്സിൻ്റെയൊക്കെ ഒരു പരിണാമം എന്ന് പറയുന്നത് വളരെ ഏർലി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ വളരെ നല്ല റിസൾട്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ബ്ലീഡിങ് ഉള്ളപ്പോൾ തന്നെ അത് നിഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ അത് പൈൽസ് ആണ് എന്ന് അസ്യൂം ചെയ്യുന്നത് ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ആകണം. നമ്മളായിട്ട് സ്വയമായിട്ട് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൈൽസ് ആണ്, അതിന് ചെറിയ പ്രതിവിധി എന്തെങ്കിലും ചെയ്താൽ മതി എന്നുള്ളൊരു ധാരണ തെറ്റാണ്. എസ്പെഷ്യലി ഒരു ഏജ് ഗ്രൂപ്പ്, പ്രായം ഒരു 40 വയസ്സിന് മുകളിലോട്ടുള്ള ഒരാൾക്ക്, ഇതുവരെയും ബ്ലീഡിങ് ഉണ്ടാവാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരു സ്വഭാവത്തിൽ ബ്ലീഡിങ് വരികയാണെങ്കിൽ അത് നമ്മൾ നിസ്സാരവത്കരിക്കാതെ അത് ചികിത്സിക്കണം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. തീർച്ചയായും. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ ഡോക്ടറെ, ഞാൻ കൂത്താടത്തുനിന്ന് വിളിക്കണേ. എനിക്ക് 55 വയസ്സുണ്ട്. പുഷ്പം എന്നാണ് എന്റെ പേര്. ഡോക്ടറെ, എനിക്ക് വയറ്റിൽ എരിച്ചിലായിരുന്നു തുടക്കത്തിലേ, ഭയങ്കര എരിച്ചിലായിരുന്നു. ഇങ്ങനെ ഛർദ്ദിക്കാൻ വരിക, എപ്പോഴും ഛർദ്ദിക്കാൻ വരുമായിരുന്നു, വയറ്റിൽ എരിച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊ ഡോക്ടറെ കണ്ടപ്പോ 3 പ്രാവശ്യം എൻഡോസ്കോപ്പി ചെയ്തു. അപ്പം എൻഡോസ്കോപ്പി ചെയ്തപ്പോ ഇങ്ങനെ പാങ്ക്രിയാസ്റ്റിക് ടെസ്റ്റ് എന്നായിരുന്നു പറഞ്ഞു. അതിനിപ്പോ കുഴപ്പമില്ലെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. പക്ഷെ റാബിയം എന്ന് പറഞ്ഞൊരു ഗുളിക തന്നെ, റാബിയം 20. അത് കഴിഞ്ഞപ്പോ അത് മാറ്റി റാബിയം DSR ആക്കി. കുറെ വർഷങ്ങളായി, ഞാനൊരു 13 വർഷമായി റാബിയം കഴിക്കുന്നേ. അപ്പൊ അങ്ങനെ ഇത് ഒത്തിരി നാൾ കഴിക്കുന്നുണ്ടോ, അതിന് നല്ല കുഴപ്പമുണ്ടോ? അത് തന്നെ എനിക്കൊരു സംശയം ഡോക്ടറെ. ഈ എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴേ നമ്മുടെ കുടൽ അതിൽ കിട്ടുന്നുണ്ടോ ഡോക്ടറെ? അത് ആമാശയം വരെയുള്ള ഭാഗങ്ങളെ കിട്ടുന്നുള്ളൂ. അതെനിക്ക് അറിയാൻ പാടില്ല അതിനെ കുറിച്ച്. അതെ, നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് അപ്പർ GI എൻഡോസ്കോപ്പി എന്നാണ് അതിന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്നനാളം അഥവാ ഈസോഫാഗസ്, സ്റ്റൊമക്, ആമാശയം, ഡിയോഡിനം, ചെറുകുടലിന്റെ ആദ്യ ഭാഗം, ഇത് മൂന്നുമേ നമുക്ക് ഈ എൻഡോസ്കോപ്പിയിൽ കൂടി കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾക്കുള്ള ആ രോഗലക്ഷണങ്ങൾ വെച്ച് അത് ചെയ്താൽ മതിയാകും. ഡോക്ടറെ, ഞാൻ ചോദിക്കണ, ഈ എൻഡോസ്കോപ്പി എന്ന് ചെയ്താൽ നമുക്ക് കുടലിന്റെ കാര്യങ്ങൾ അറിയാം, ചെറുകുടലിന്റെ വൻകുടലിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ? ഇല്ല, അത് വൻകുടലിന്റെ കാര്യം അറിയണമെങ്കിൽ നമുക്ക് താഴെ കൂടി ഈ മലദ്വാരത്തിൽ കൂടിയുള്ള കൊളോണോസ്കോപ്പി, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതാണ് വൻകുടൽ കാണാൻ സാധിക്കുന്നത്. അതെ, എന്താന്ന് പറയാ ഡോക്ടർ, എനിക്കൊരു സംശയം. എനിക്കിങ്ങനെ ചിലപ്പോ ഇങ്ങനെ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ ചില ദിവസങ്ങൾ ഇങ്ങനെ വയറ്റിൽ ഇങ്ങനെ ഒരു വേദന വരുന്നത്, അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല വേദന. അതിങ്ങനെ കുടലിൽ നിന്ന് ഒരു അരികത്തുനിന്ന് അറിയാം വേദന ഇങ്ങനെ വളഞ്ഞു വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വിയർക്കും, ഛർദ്ദിക്കാൻ വരുന്നതൊക്കെ. അപ്പൊ ഞാൻ അതുകൊണ്ട് ഈ 3 പ്രാവശ്യം ഈ എൻഡോസ്കോപ്പി ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു തൊലി പോകുന്നുണ്ട് വയറ്റില്. പിന്നെ കൊളോണോസ്കോപ്പി ചെയ്യേണ്ടത് ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് മോഷൻ പോകുമ്പോഴുള്ള സിംറ്റംസ് ആണ്. അപ്പോൾ അതിന് അപ്പർ GI എൻഡോസ്കോപ്പിയിൽ മിക്കവാറും ഉത്തരം കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അതൊരു ഡോക്ടറെ കണ്ട്, ഗാസ്ട്രോ ഡോക്ടറെ കണ്ടിട്ട് കൊളോണോസ്കോപ്പി വേണ്ടതാണെങ്കിൽ കൊളോണോസ്കോപ്പി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ ഇപ്പം പറഞ്ഞു, കൊളോണോസ്കോപ്പിയെ കുറിച്ച് പറഞ്ഞു. നമ്മളിപ്പോൾ പല ലക്ഷണങ്ങളും പറഞ്ഞതിൽ നിന്ന് അനീമിക് ആകുമെന്ന് പറയുന്നു. അപ്പോൾ അനീമിക് ആണ് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഈ ക്ഷീണം മാത്രമാണോ അതിൻ്റെ ഒരു ലക്ഷണം? അനീമിയയുടെ ലക്ഷണങ്ങൾ ഒന്ന് വളരെ ഓബ്വിയസ് ആയിട്ടുള്ളതാണ്. താഴെ കൂടി രാവിലെ മോഷൻ പോകുമ്പോൾ നമ്മൾ പലരും ശ്രദ്ധിക്കാറില്ല. മോഷൻ എന്ത് കളറാണ്, അല്ലെങ്കിൽ അതിൽ ബ്ലഡ് ഉണ്ടോ, അതിൽ എന്താണ് ഉള്ളത് എന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് കാരണം ഇപ്പോഴത്തെ യൂറോപ്യൻ ക്ലോസറ്റ്സും ഒക്കെ ആയതുകൊണ്ടാണ്. പണ്ട് ഇന്ത്യൻ ക്ലോസറ്റ് ആകുമ്പോൾ നമുക്ക് ആക്ച്വലി കമോഡിൽ നോക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ഇത് അതില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് ലോസ് ഉണ്ട്. അതൊന്ന്. 2,
ബ്ലഡ് പരിശോധിച്ച് നോക്കുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് നോർമലി ലേഡീസിനാണെങ്കിൽ 12 ഗ്രാമിന് മുകളിലോട്ടും മെയിൽസിൽ 13-14 ഗ്രാംസിന് മുകളിലോട്ടും വരേണ്ടത് താഴ്ന്ന് വരിക എന്നുള്ള അവസ്ഥ. അപ്പോൾ അത് അനീമിയ ഈ ബവൽ സിംറ്റംസിനോട് ചേർന്ന് വരുമ്പോൾ പലപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. മൂന്നാമത് ഈ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൂളിൽ ഇപ്പോൾ കാണുമ്പം യെല്ലോ കളർ സ്റ്റൂളായിരിക്കും, നോർമൽ കളേർഡ് സ്റ്റൂൾസിലാണ്, പക്ഷേ പരിശോധിച്ച് നോക്കിയാൽ രക്തത്തിൻ്റെ അംശം ഉണ്ട് എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അത് ലബോറട്ടറിയിൽ പ്രത്യേക ടെസ്റ്റുകളുണ്ട്, വലിയ വിലപിടിപ്പുള്ളതല്ല, അത് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒക്കൾട്ട് ബ്ലഡ് ലോസ് എന്ന് പറഞ്ഞാൽ കാണാതെ ഉള്ള രക്തം ലോസ് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ അറിയുന്നത്. രോഗനിർണയ മാർഗങ്ങൾ മറ്റെന്തൊക്കെയാണുള്ളത്? രോഗനിർണയ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ വൻകുടലിലെ ക്യാൻസറിനെ സംബന്ധിച്ച് ഏറ്റവും അപ്രോപ്രിയേറ്റ്, ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ടെസ്റ്റുകളിലൊന്ന് സ്കോപ്പിയാണ്, കൊളോണോസ്കോപ്പി അല്ലെങ്കിൽ സിഗ്മോയിഡോസ്കോപ്പി. സിഗ്മോയിഡോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ഷോർട്ടർ ലെങ്ത് ആണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ഒരു 75 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു ട്യൂബാണ്. റെക്റ്റവും പിന്നെ കോളോണിൻ്റെ അവസാന ഭാഗങ്ങൾ മാത്രമേ അതിലൂടെ കാണാൻ സാധിക്കുള്ളൂ. കൊളോണോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 1.5-2 മീറ്ററോളം നീളമുള്ള ട്യൂബ് വെച്ചിട്ട് നമുക്ക് മൊത്തം കുടൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസെൻഡിങ് കൊളോൺ, ട്രാൻസ്വേഴ്സ് കൊളോൺ, അസെൻഡിങ് കൊളോൺ, അപ്പോൾ എല്ലാ കോളോണിൻ്റെ എല്ലാ ഭാഗങ്ങളും, ഇൻഫാക്ട് ചെറുകുടലിൻ്റെ അവസാന ഭാഗം വരെയും നമുക്ക് ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റിലൂടെ കാണാൻ സാധിക്കും. കൊളോണോസ്കോപ്പി ചെയ്യുന്നതിന് മുമ്പേ അതൊരു പ്രിപ്പറേഷനുണ്ട്. അത് തലേ ദിവസം തന്നെ നമ്മൾ അതിന് മരുന്ന് കുടിച്ച് കൊളോൺ ക്ലീൻ ആക്കിയിട്ട് വേണം കൊളോണോസ്കോപ്പി ചെയ്യേണ്ടത്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ, ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ വളരെ ക്ഷീണമാണ് എനിക്ക്. ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്നാണ് വിളിക്കുന്നത്. എത്ര വയസ്സായി എന്നൊക്കെ പറഞ്ഞോളൂ. എനിക്ക് 49 വയസ്സായി. ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഡോക്ടർമാരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. രക്തമൊക്കെ പരിശോധിച്ചോ? രക്തമൊക്കെ പരിശോധിച്ചു. വയറിനെ സംബന്ധിച്ച് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ, ലക്ഷണങ്ങളുണ്ടോ? അത് സാർ പറഞ്ഞത് അടുത്ത തവണ വരാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഈ നമ്പർ ടെലിവിഷനിൽ ഈ നമ്പർ കണ്ടപ്പോ ഒന്ന് വിളിച്ചതാണ്. അതെ, അപ്പോൾ വയറിൻ്റെ സിംറ്റംസും ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഫോളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അയാൾ പറയുന്ന പരിശോധനകൾ ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ, രോഗനിർണയ മാർഗങ്ങളിൽ അർബുദമുണ്ടെന്ന് കണ്ടെത്തി, അടുത്ത പടി എന്താണ്? അടുത്ത പടി എന്ന് പറയുന്നത് ഇത് സ്റ്റേജിങ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു കൊളോണോസ്കോപ്പി പരിശോധനയിൽ നമ്മൾ ചെയ്യുമ്പോൾ കൊളോൺ ക്യാൻസർ കാണുന്നത് കൊണ്ട് മാത്രം ഇത് ഇന്ന തരം ക്യാൻസറാണെന്ന് തീർച്ചപ്പെടുത്താൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോൾ ലിംഫോമ പോലുള്ള ക്യാൻസറുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ചികിത്സയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. എല്ലാ കേസുകൾക്കും സർജറി ചിലപ്പം വേണ്ടി വരും എന്നില്ല. ലിംഫോമയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് ഉരുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ എന്ത് തരം ക്യാൻസറാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കൊളോണോസ്കോപ്പി മാത്രം പോരാ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബയോപ്സിയും കൂടെ എടുക്കും. അപ്പോൾ നമുക്ക് ഈ കൊളോണോസ്കോപ്പ് വളരെ നേരിയ കനമുള്ള ഒരു ട്യൂബാണ്. ഏതാണ്ട് ഒരു സെൻറ്റിമീറ്ററിൽ താഴെ കനമുള്ള ട്യൂബിൽ കൂടി നമ്മൾ ഒരു ബയോപ്സി ഫോർസെപ്സ്, അതിലും വളരെ നേർന്ന ഒരു വയർ പോലത്തെ ഒരു സാധനം കടത്തി വിടുകയും ഈ ട്യൂമർ കാണുന്നതിൽ നിന്ന് ബയോപ്സി എടുക്കുകയും ചെയ്യും. അപ്പോൾ ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്റ്റുകൾ വരുമ്പോൾ എന്ത് തരം ക്യാൻസറാണെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു തരം ക്യാൻസറാണ് എന്ന് നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പരിശോധനകൾ, CT സ്കാൻ പോലുള്ള പരിശോധനകൾ വെച്ചിട്ട് അതിൻ്റെ സ്റ്റേജ് ലൊക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്യണം. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. സാറേ, എനിക്ക് വൻകൂടലില് കാർസിനോമ ഇൻ കോളൻ എന്ന് പറയുന്ന രോഗം വന്നിരുന്നു. പറയൂ. കാർസിനോമ ഇൻ കോളൻ പറഞ്ഞോളൂ. ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പം പിന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് 12 കീമോ ചെയ്തിരുന്നു. ഓക്കെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു, എങ്കിലും വയറ്റില് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. എത്ര നാളായി സർജറി കഴിഞ്ഞിട്ട്? 2 വർഷമാവുന്നു സാർ. 2 വർഷമായി. ഇത് ഏത് ഭാഗത്തായിരുന്നു? ഇത് റെക്റ്റത്തിലായിരുന്നോ? കൊളോണിന്റെ ഏത് ഭാഗത്തായിരുന്നു? വൻകുടലിലായിരുന്നു. വൻകുടലില് 11 ഇഞ്ച് നീളത്തിൽ മുറിച്ച് മാറ്റപ്പെട്ടിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഈ നമ്മളിപ്പോൾ സർജറി കഴിഞ്ഞിട്ട് കീമോയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നോർമൽസി എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു ഇച്ചിരി വേരിയേഷൻ വരും. എല്ലാവർക്കും ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റിന് മുമ്പ് എങ്ങനെ ആയിരുന്നോ അതുപോലെ തന്നെ ആകണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ചെറിയ വേരിയേഷൻസ് വരാം. ചെറിയ ഒരു ഇൻഡൈജഷൻ പോലെ നമുക്ക് തോന്നാം. പക്ഷേ ജനറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മോഷൻ കഴിക്കുമ്പോൾ വയറിൽ വീക്കമൊന്നും ഇല്ലാതെ മോഷൻ പോകുന്ന അവസ്ഥ, ഭക്ഷണം കഴിക്കുമ്പോൾ മോഷൻ പോകുന്ന അവസ്ഥ, വേദന ഇല്ലാത്ത അവസ്ഥ, വയറിൽ വീക്കോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് റീസണബിളി നല്ലതാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും മുഖ്യമായ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നെങ്കിൽ ഒന്നുകൂടെ പോയി ഇത് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും
കൊളോണോസ്കോപ്പി റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സർവൈലൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫർദർ ക്യാൻസേഴ്സ് ഡെവലപ്പ് ചെയ്യാതിരിക്കാനും ഒരു ഫോളോ അപ്പിൻ്റെ ഭാഗമായും ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു സെഗ്മെൻറ്റിൽ ഒരു ക്യാൻസർ വന്നു എന്നുള്ളത് തന്നെ ഈ വൻകുടലിലെ മറ്റുള്ള ഭാഗങ്ങളിലും ഇത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ചെറിയൊരു ഇതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. അതുകൊണ്ട് ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ, നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറെ തന്നെ കാണുകയും ഈ സിംറ്റംസ് പറഞ്ഞിട്ട് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ചെയ്യുകയും വേണം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ഞാൻ കോഴിക്കോട്ട് നിന്നാണ് വിളിക്കുന്നത്. പറയൂ സാർ, എനിക്ക് ഐ ആം 38 years old. എനിക്ക് അൾസറേറ്റീവ് കൊളൈറ്റിസ് കഴിഞ്ഞ ഏതാണ്ട് 8 വർഷമായിട്ടുള്ളതാണ്. ഓക്കെ. ഇപ്പൊ മെസലാമിൻ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബ്ലീഡിംഗ് ഒക്കെ കുറവാണ്. ഓക്കെ. പക്ഷേ ഇതിന്റെ ഒരു മാലിഗ്നൻസി പോസിബിലിറ്റി എങ്ങനെയാണ് കിടക്കുന്നത്? നല്ല ചോദ്യമാണ്. അൾസറേറ്റീവ് കൊളൈറ്റിസ്, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ് എന്ന് പറയുന്നതിൽ മുഖ്യമായ ഒന്ന് അൾസറേറ്റീവ് കൊളൈറ്റിസും പിന്നെ ക്രോൺസ് ഡിസീസ് അഥവാ ക്രോൺസ് കൊളൈറ്റിസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു വൻകുടലിലെ ക്യാൻസർ വരാനായിട്ടുള്ള സാധ്യത സാധാരണ ഒരു ഇതില്ലാത്ത ആളെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന് ചികിത്സ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ആ റിസ്ക് അത്രയ്ക്കും വരേണ്ടതില്ല. ഒന്ന്. രണ്ട്, ഡ്യൂറേഷൻ ഓഫ് ഇൽനെസ്, ഇത്രയും എത്ര ഇത് ഡയഗ്നോസ് ചെയ്തിട്ട് എത്ര വർഷമായി എന്നുള്ളത് വെച്ചിട്ട് ഇതിൻ്റെ റിസ്ക് കൂടും. ഒരുപാട് വർഷം കഴിഞ്ഞ ഒരാളാണെങ്കിൽ റിസ്ക് കൂടി വരും. രണ്ട്, ഡിസീസ് ആക്ടിവിറ്റിയും ഈ വൻകുടലിലെ എത്ര ഭാഗത്തെ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇത് ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നല്ലപോലെ അർത്ഥം വയ്ക്കുന്നത്, നല്ലപോലെ ചികിത്സിക്കുന്ന, നല്ലപോലെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു രോഗമാണ് ഉള്ളത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കിതിൻ്റെ വരാതെ നോക്കാൻ സാധിക്കും. ഈ പ്രശ്നത്തിന് ഭക്ഷണവും ഒരു പ്രധാന ഘടകമാണ്. അൾസറേറ്റീവ് കൊളൈറ്റിസിൻ്റെ കാര്യത്തിൽ ഭക്ഷണത്തിന് വലിയ റോളില്ല, പക്ഷേ അതിന് മെയിൻലി ഫോളോ അപ്പ് ആണ്. പക്ഷേ കോളോൺ ക്യാൻസേഴ്സ് ഓവറോൾ നോക്കുമ്പോഴത്തേക്കും ഭക്ഷണത്തിന് റോളുണ്ട്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഞാൻ ചന്ദ്രശേഖരൻ, പാലക്കാട് നിന്നാണ്. ചോദിച്ചോളൂ. വയസ്സ് 74 കുടലില് ഭയങ്കരമായ ശബ്ദത്തോട് കൂടിയിട്ട് ഇങ്ങനെ കടപ്പുറന്ന് ശബ്ദം വരുന്നുണ്ട്. അത് വളരെ ഒരു 2-3 മാസമായി തുടരുന്നുണ്ട്, വലുതായിട്ടുണ്ട്. അത് നെഞ്ഞിന്റെ അടക്കം എത്തുന്നുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ഈ ഇതുവരെ ഇല്ലാത്ത ഒരു സിംറ്റം ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഒരു ഡോക്ടറെ കണ്ട് വേണ്ടത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ബോർബോർഗ്മി എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. അതിന് വയറിലൊരു ശബ്ദം മുഴക്കത്തോടു കൂടി ദഹനം നടക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന അവസ്ഥ. അപ്പോൾ അത് കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കേണ്ടി വരും. സ്റ്റൂളിൽ ബ്ലഡ് ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഒരു ഡോക്ടറെ കണ്ട് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. എൻഡോസ്കോപ്പി നോക്കി അതൊരു കുഴപ്പമില്ല, കൊളോണോസ്കോപ്പി നോക്കി യാതൊരു കുഴപ്പമില്ല എന്നാ പറയണത്. കൊളോണോസ്കോപ്പി നോക്കി കുഴപ്പമില്ല എന്നതിന്റെ അർത്ഥം വൻകുടലിന് കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ മറ്റുള്ള അവയവങ്ങൾ ഈ ദഹന സംബന്ധമായിട്ടുള്ള ചെറുകുടലും അതിന് മുകളിലുള്ള ആമാശയവും ഒക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ. പറയൂ, ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. ചോദിക്കൂ. പിന്നെ അദ്ദേഹത്തിന് 2008 വൻകുടലില് ക്യാൻസർ ഉണ്ടായിരുന്നു, രക്തത്തിന് കുറച്ച് മുകളിലായിട്ട്. ഓക്കെ. അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റി. പിന്നെ അതിന് റേഡിയേഷൻ എടുത്ത് പിന്നെ കീമോയ്ക്ക് വരാൻ ഒരു ഗുളിക 2 നേരം കഴിച്ച്, കുറച്ചാൾ കഴിച്ച്. പിന്നെ ഇപ്പൊ ഉള്ള പ്രശ്നം എന്ന് വെച്ചാല് ഈ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് അങ്ങ് വയറുവേദന വരും. ഇത് വരാവുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ അത് തീർച്ചയായിട്ടും സിംറ്റംസ് നല്ലപോലെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിന് റിലീഫ് കിട്ടും. ഈ റെക്റ്റം എടുത്ത് മാറ്റുമ്പോൾ മാറ്റിയിട്ടില്ല. അതെ അതെ, അത് അവിടെ അത് അഡീഷൻസ് എന്ന് പറയും. നമ്മുടെ വയറിൽ ചെറിയ ചെറിയ ഒട്ടലുകൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ഇത് ഏത് വയറിന്റെ സർജറി കഴിഞ്ഞാലും അഡീഷൻസ് ഫോം ചെയ്യാം, ഒട്ടലുകൾ വരാം. അപ്പോൾ ആ ഒട്ടലുകൾ വരുമ്പോൾ ചില സമയങ്ങളിൽ ഇതേപോലെ വയറുവേദന വരാം. അപ്പോൾ അതിന് ഫലപ്രദമായ ചികിത്സാ രീതികളുണ്ട്. ആ സമയത്ത് നമ്മളിപ്പോൾ അങ്ങനെ വേദന വരുന്ന സമയത്ത് ഒരുപാട് കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. 1-2 ദിവസം ഇച്ചിരി ലൈറ്റർ ഫുഡ്, കൂടുതലും വെള്ളവും
ഒരു സോഫ്റ്റ് ഡയറ്റ് കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നല്ല റിലീഫ് കിട്ടും. പിന്നെ അതിന് മരുന്നുകളുമുണ്ട്. അടുത്ത ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ാണ് വിളിക്കുന്നത്. ആ, ഓക്കെ. അപ്പോ നമ്മുടെ സബ്ജക്റ്റ് ഒന്ന് കണ്ടായിരുന്നു, വൻകുടലിലെ ക്യാൻസർ. അപ്പൊ ഞാൻ എന്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹെലിക്കോബാക്ടർ പൈലോറി പോസിറ്റീവ് ആയിരുന്നു, സിവിയർ ആസിഡിയായിട്ട്. അപ്പോ ഫുഡ് എടുക്കുമ്പോഴേക്കും നമുക്ക് വോമിറ്റിങ്, പിന്നെ കഫ്, അങ്ങനത്തെ കുറച്ച് ടെൻഡൻസികളൊക്കെ ആയിട്ടാണ് ഡോക്ടറെ കണ്ടത്. അപ്പം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലത്തെ ഇന്റേണൽ മെഡിസിൻ ഡോക്ടറാണ് കണ്ടത്. അപ്പോ സാർ പറഞ്ഞത് സിവിയർ ആസിഡിറ്റി ആയിരിക്കും, മെഡിസിൻ എടുക്കാൻ പറഞ്ഞു. മെഡിസിൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നെയും ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ്, അല്ലെങ്കിൽ പിന്നെ ടൈമിന് ഫുഡ് കഴിക്കാതാവുന്ന ആ സമയത്തൊക്കെ നമുക്ക് വീണ്ടും ഈ ടെംപ്റ്റേഷൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഹെലിക്കോബാക്ടർ പൈലോറി പോസിറ്റീവ് ആവുന്നത് ഈ അൾസറിന്റെ ഒക്കെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളതല്ലേ ഡോക്ടർ? അത് ഈ എന്താ പറയാ, സിഎക്ക് ഉള്ളൊരു ഇതാണ്, അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ടോ ഫ്യൂച്ചറിൽ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ടായിരുന്നു. ഇല്ല, വൻകുടലിലെ ക്യാൻസറിനെ സംബന്ധിച്ച് ഹെലിക്കോബാക്ടർ പൈലോറിക്ക് റോളില്ല. ഇത് മെയിൻലി ഇതിൻ്റെ റോൾ എന്ന് പറയുന്നത് ഗ്യാസ്ട്രൈറ്റിസ്, ആമാശയത്തിലുള്ള ഒരു ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കി അതിനെ ഒരു ഗ്യാസ്ട്രൈറ്റിസ് എന്ന് നമ്മൾ പറയും. അതിലാണ് അതിൻ്റെ മെയിനായിട്ടുള്ള റോൾ. അപ്പോൾ അതിൻ്റെ ചികിത്സയിൽ ഒരു 10 ദിവസം 14 ദിവസം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അത് കംപ്ലീറ്റ്ലി ക്യൂർഡ് ആവും. ഹലോ, ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചുരുക്കി ചോദിച്ചോളൂ സംശയം. ഡോക്ടറെ, ഈ വൻകുടലിൽ ഇത് എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴത്തേക്കും ഈ സ്ക്രാച്ച് പോലൊക്കെ കാണുമല്ലോ, ഒരു തടിപ്പ് വന്നിട്ട്, അങ്ങനെയൊക്കെ വരുന്നതാണോ? എൻഡോസ്കോപ്പി അപ്പിയറൻസ് എന്ന് നമ്മൾ പറയും. അത് ഈ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പടങ്ങൾ നേരിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് വളരെ ക്ലാസിക്കലാണ്. ഒരു അൾസറോ പ്രോളിഫറേറ്റീവ് ലീഷൻ എന്ന് നമ്മൾ പറയും. ഒരു സ്മൂത്ത് മ്യൂക്കോസ അല്ല, അവിടെ ഇങ്ങനെ മുഴച്ച് ഒരു അൾസർ ഇങ്ങനെ വ്രണം പോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതിൽ നിന്ന് ബയോപ്സി എടുക്കുമ്പോൾ ആ ബയോപ്സിയിൽ അതിൻ്റെ ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കാറാണ് പതിവ്. ഡോക്ടർ, നമുക്കിപ്പോൾ വൻകുടലിലെ അർബുദത്തിന് ശസ്ത്രക്രിയയിലൂടെയുള്ള പരിഹാരത്തിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാം അല്ലേ? ശസ്ത്രക്രിയ എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ഭാഗത്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. സാധാരണ നിലയിൽ പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് ഓപ്പൺ സർജറിയാണ് വൻകുടലിലെ ക്യാൻസറിന് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറി വലിയ രീതിയിലുള്ള പുരോഗമനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ വൻകുടലിലെ ക്യാൻസറുകളും നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി വഴി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തടസ്സമോ ഒബ്സ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ പോലെയോ തടസ്സം പോലെയോ അങ്ങനത്തെ സാഹചര്യങ്ങളില്ലാത്ത സാഹചര്യങ്ങൾ നമുക്ക് ലാപ്രോസ്കോപ്പിക് മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ക്യാൻസർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കാണാൻ വിഷൻ ബെറ്ററാണ്, ക്ലിയറൻസ്, ലിംഫ് നോഡ്, ഗ്രന്ഥികളെല്ലാം അടുത്തുള്ള ആ ഒരു ഓങ്കോളജിക്കൽ പോയിന്റിൽ നമുക്ക് എല്ലാം എടുത്തു വരാൻ സാധിക്കും. റിസൾട്ട് പേഷ്യൻറ്റിനെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. ഒരു സ്കാർ അവോയ്ഡ് ചെയ്യാം, കോസ്മെറ്റിക് ഇമ്പോർട്ടൻസ് ഉണ്ട്, പെട്ടെന്ന് ജോലിയിൽ തിരിച്ചു പ്രവേശിക്കാം. ഇത് കാരണം ഉണ്ടാകുന്ന വേദനയും കാര്യങ്ങളും വളരെ കുറവാണ്. അപ്പോൾ അത് ഇപ്പോഴും മിക്കവാറും സ്ഥലങ്ങളിൽ ചെയ്തു വരുന്നുണ്ട്. നല്ല എക്സ്പെർട്ട് ആൾക്കാരുള്ള സ്ഥലത്ത് തന്നെ ചെയ്യണം. വളരെയധികം നന്ദി ഡോക്ടർ. നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.